കോഴിക്കോട് വെർച്വൽ അറസ്റ്റിലൂടെ റിട്ടയർ അധ്യാപികയുടെ 18 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സൽമാനാണ് അറസ്റ്റിലായത്. കേസിൽ 2 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. അനിൽ കാസേദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽക്ക, ഇപ്പോൾ അറസ്റ്റിലായത് ആരൊക്കെയാണ്? വെർച്വൽ അറസ്റ്റിലൂടെ റിട്ടയർ അധ്യാപികയുടെ 18 ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സൽമാനെയാണ് കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അതായത് ലുക്കൌട്ട് നോട്ടീസ് സൽമാനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വിദേശത്തേക്ക് കടക്കുന്നതിനിടെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെച്ച് സൽമാനെ പോലീസിന് കൈമാറുകയായിരുന്നു. അതായത് അധ്യാപികയെ 2 ദിവസം വെർച്വൽ അറസ്റ്റിൽ നിർത്തിയാണ് സൈബർ തട്ടിപ്പ് ഇത്തരത്തിൽ പ്രതികൾ പണം തട്ടിയത്. ജില്ലാ പോലീസ് മേധാവി കെ ബൈജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സൈബർ ക്രൈം പോലീസ് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അധ്യാപികയുടെ നഷ്ടമായ പണത്തിൽ 7 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലെത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കേസിൽ 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റുകയും ചെയ്തിരുന്നു. ഇവർ ഇപ്പോൾ അറസ്റ്റിലായ സൽമാന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് താമരശ്ശേരിയിലെ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്കാണ് തട്ടിയെടുത്ത പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഈങ്ങാപ്പുഴയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഹമ്മദ് സൽമാൻ പ്രതിയാണ്. സ്വാതി.